മെസ്സി ഇന്ന് ഗോളടിക്കും, ഇംഗ്ലണ്ടിനെ ഞങ്ങൾ തോൽപ്പിച്ചിരിക്കും. ഈ ഒന്ന് തിയേറ്ററിൽ കാണാമെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ട്, പിന്നെ അതേപോലെ നമ്മളിപ്പോൾ പുറത്തുള്ള സ്ക്രീനുകളും എല്ലാം ഉണ്ട്. പക്ഷെ അതിലൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ ചിലപ്പോൾ നമുക്ക് സീറ്റ് കിട്ടില്ല എന്ന് വരും, നിന്ന് കാണേണ്ടി വരും. പിന്നെ ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും, ജനക്കൂട്ടം, ആൾക്കൂട്ടം, ആർപ്പുവിളികളൊക്കെ. തിയേറ്റർ ആകുമ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് നമ്മളെ സീറ്റ് സെലക്ട് ചെയ്ത് സമയത്തിന് എത്തിയാൽ മതി. നേരത്തെ വന്ന് സീറ്റ് പിടിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കറക്റ്റ് സമയത്തിന് എത്തി നമ്മളെ സീറ്റ് അവിടെ ഉണ്ടാവും, അതിലാരും ഇരിക്കില്ല. അപ്പോൾ തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയതും പിന്നെ നമുക്ക് കുറച്ചും കൂടി ആവശ്യം വൈബ് ഉണ്ടാവുന്നതായ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇനി മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കടുത്ത മത്സരമായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ഒരു എന്താ പറയുക, വേൾഡ് കപ്പ് മത്സരമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം ഫ്രാൻസാണ്, ഇത്തവണ ഇംഗ്ലണ്ടാണ്. രണ്ടും ചെറിയ ടീമല്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു വിജയ പ്രതീക്ഷ? കപ്പടിക്കും തന്നെയാണോ? തീർച്ചയായിട്ടും അർജന്റീന കപ്പടിക്കും തന്നെയാണ് പ്രതീക്ഷ. പിന്നെ കഴിഞ്ഞ തവണ ഫ്രാൻസ് എന്ന് പറഞ്ഞത് ഫ്രാൻസ് ഫൈനലിലായിരുന്നു. ഇത്തവണ ഇംഗ്ലണ്ട് സെമി കഴിഞ്ഞിട്ടാണല്ലോ ഇംഗ്ലണ്ടിന് ഫൈനൽ. എന്തായാലും അർജന്റീന തീർച്ചയായിട്ടും ഫൈനലിലെത്തും. വീണ്ടും ഒരു കപ്പ്, ഒരു ആവർത്തനം ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. സോഷ്യൽ മീഡിയയിൽ വരുന്ന ക്യാമ്പയിൻസിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നത്? ഇപ്പോൾ ഫിഫ സ്പോൺസേർഡ് ഒരു യഥാർത്ഥ ഫുട്ബോൾ ഫാൻ അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ഫുട്ബോൾ അറിയുന്ന ഒരാൾ ഒരിക്കലും അത് പറയില്ല. കാരണം ഫുട്ബോളിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചെറിയ നോളജുള്ള ആളുകളൊന്നും ഫിഫയാണ്, റഫറി ആണോ ഒന്നും പറയില്ല. ചിലപ്പോൾ ഒന്നോ രണ്ടോ മിസ്റ്റേക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവാം. അത് എല്ലാ മാച്ചിലും എല്ലാ റഫറിക്കും സംഭവിക്കുന്ന കാര്യങ്ങളാകും. പക്ഷേ ഇത്രയും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ പോലെയുള്ള മികച്ച ടെക്നോളജിയുള്ള ഈ കാലത്ത് ഇത്തരം ബാലിശമായ ആരോപണങ്ങളെല്ലാം ചുമ്മാ തോൽക്കുന്ന ടീമുകളുടെയും പുറത്തു പോകുന്ന ടീമുകളുടെയും ഒരു കുപ്രചരണം മാത്രമാണ്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ ടീമും കളിക്കുന്നത്. തോറ്റവർ നിർഭാഗ്യം കൊണ്ട് പുറത്തായതാണ്, ജയിച്ചവർ അവർ കളിച്ചിട്ട് തന്നെയാണ് വന്നതെന്നാണ്. വേറെ അതൊന്നും ഇപ്പോഴത്തെ ഈ ഒരു ടെക്നോളജിയിൽ അല്ല, ഈ ഒരു യുഗത്തിൽ അത് സാധ്യമേ അല്ല എന്നുള്ളതാണ്. ഇപ്പം മെസ്സിനെ കുറിച്ചിട്ടും ഇതേ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. മെസ്സി ഒരു ഫിഫ സ്പോൺസേർഡ് ബോയ് ആണെന്നുള്ളൊരു തരത്തിൽ. മുമ്പ് ഖത്തർ വേൾഡ് കപ്പ് നടക്കുമ്പോൾ മെസ്സിക്ക് ഒരു കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഖത്തർ രാജാവും ഖത്തർ വേൾഡ് കപ്പ് നടത്തിയതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ മാറ്റിവെക്കുന്ന, അല്ലെങ്കിൽ ഫിഫയുടെ പ്രസിഡന്റ് സ്വിറ്റ്സർലൻഡുകാർക്ക് പ്രാധാന്യം കൊടുക്കാതെ, അല്ലെങ്കിൽ അമേരിക്കയിൽ ലോകകപ്പ് നടക്കുമ്പോൾ അമേരിക്കയിൽ പ്രാധാന്യം കൊടുക്കാതെ മെസ്സിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പറയുന്നത് ഒരു തമാശയാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും അതൊരു വൻ ജോക്കായിട്ടാണ് അതിനെ കാണാൻ പറ്റും. ഇപ്പോൾ സെമി കഴിഞ്ഞ് ഇനി ഫൈനലിലേക്കുള്ള യാത്രയിൽ ഇപ്പം ആത്മവിശ്വാസം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ സെമി ഫൈനൽ എന്ന് പറയുന്നത് ഞങ്ങളൊരു വാമപ്പായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇംഗ്ലണ്ട് ശക്തമായ ടീം തന്നെയാണ്, വില കുറച്ച് കാണുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് പിന്നെ ക്യാപ്റ്റൻ തന്നെയാണ്, ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ തന്നെ ആയിരിക്കും. പക്ഷേ അതൊന്നും അർജന്റീനൻ പ്രതിരോധ നിരയുടെ മുന്നിൽ ഒന്നുമല്ല. തീർച്ചയായും ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും. ഇന്ന് ജയിക്കും, മെസ്സി ഇന്ന് ഗോളടിക്കും, ഇംഗ്ലണ്ടിനെ ഞങ്ങൾ തോൽപ്പിച്ചിരിക്കും.